താഴ്വര ഭാഗം 8. ലോമിറ വയലിൻ്റെ അരികിലായിരുന്നു. അവളുടെ കൈവിരലുകൾ അവൾ കൊണ്ടുവന്ന തടിയിൽ കൊത്തിയെടുത്ത രൂപങ്ങൾ പൊതിഞ്ഞ തുണി അഴിച്ചു മാറ്റി. അവൾ അവ ഓരോന്നായി സൂക്ഷിച്ച് നിലത്തുവെച്ചു. ശക്തരായ കാളകൾ വലിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളുള്ള ഒരു കാളവണ്ടി, ഒരു ചെറിയ വീട്, ഒരു കിണർ, ഒരു കുതിരവണ്ടി, കുറച്ച് ആടുകൾ, പിന്നെ മറ്റു കുറച്ച് ചെറിയ പ്രതിമകൾ. ഒരിളം കാറ്റ് ഉയരമുള്ള പുല്ലിനെ തഴുകി. കാറ്റിനൊപ്പം അവ താളത്തിൽ നീങ്ങുന്ന മൃദുവായ തിരമാലകൾ സൃഷ്ടിച്ചു. ലോമറയെ കൗതുകത്തോടെ നോക്കിയിരുന്ന മാരുതൻ പ്രതിമകളുടെ അടുത്തേക്ക് ചാഞ്ഞു. ഓരോ പ്രതിമകളുടെയും പൂർണ്ണത അവൻ സൂക്ഷ്മമായി വീക്ഷിച്ചു. കൊത്തുപണികളെല്ലാം ലോമറയെപ്പോലെ തന്നെ മനോഹരമായിരുന്നു. അവളുടെ കൈകളുടെ വൈദഗ്ധ്യവും ഹൃദയദർശനവും ഓരോ രൂപത്തിനും സൂക്ഷ്മമായ വിശദാംശങ്ങൾ കൊടുത്തു. മരത്തടിയിൽ രൂപങ്ങൾ കൊത്തുന്നതിലുള്ള അവളുടെ കഴിവിൽ അവന് അഭിമാനം തോന്നി. ഒടുവിൽ ആകാംക്ഷ നിറഞ്ഞ ശബ്ദത്തിൽ അവൻ ചോദിച്ച്, "ഇതെല്ലാം എന്താണ്?" ലോമിറ വേഗം അവളുടെ ചുണ്ടിൽ വിരലമർത്തി മിണ്ടാതിരിക്കാൻ അവനോട് സൂചന നൽകി. മാരുതൻ അനുസരിച്ചു. അവൾ ജോലിയിലേക്ക് മടങ്ങി. അവളുടെ കടും തവിട്ട് നിറമുള്ള കണ്ണുകൾ പുഞ്ചിരിക്കുമ്പോൾ കുസൃതിയോടെ ഇളകി. അവൻ്റെ ആവേശമടക്കി അവൾ ഓരോ രൂപവും കൃത്യമായി ക്രമീകരിക്കുന്നത് നോക്കിയിരുന്നു. നിമിഷങ്ങൾക്കകം അവൾ ഒരു വീടിൻ്റെയും ചുറ്റുപാടിൻ്റെയും ഒരു മാതൃക സൃഷ്ടിച്ചു. നടുക്കായി ഒരു ചെറിയ വീട്, ചുറ്റും തടി കൊണ്ടുള്ള വേലി. വേലിയുടെ ഒരു ഭാഗത്തായി അവൾ കാളവണ്ടി സ്ഥാപിച്ചു. മുറ്റത്ത് പല ഭാഗത്തായി ആടുകളെ സ്ഥാപിച്ചു. അവിടെ അവ സ്വതന്ത്രമായി മേഞ്ഞു നടന്നു. തൊഴുത്ത് പിൻവശത്ത് വേലിക്ക് സമീപം. മുറ്റത്ത് വലതുഭാഗത്തായി കിണർ. നടുമുറ്റത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു വലിയ യാത്രയ്ക്ക് തയ്യാറായതുപോലെ കുതിരവണ്ടി നിലയുറപ്പിച്ചു. ഓരോ ഭാഗവും കൃത്യമായി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ലോമിറ ഒടുവിൽ സംസാരിച്ചു. "ഇതാണ് നമ്മുടെ വീട്." അവളുടെ ശബ്ദത്തിന് ആവേശവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. മാരുതൻ പുരുക്കങ്ങൾ ഉയർത്തി. അവൻ്റെ ചുണ്ടുകളിൽ കളിയായ പുഞ്ചിരി വിരിഞ്ഞു. "നമ്മുടെ വീടോ?" അവൾ തലയാട്ടി. "അതെ, നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ നമുക്കിവിടെ താമസിക്കാം. അച്ഛൻ തരുന്ന വയലിൻ്റെ പിൻഭാഗത്ത് നമുക്ക് ഈ വീട് പണിയാം. അത് വയലിനോട് ചേർന്ന് വേണം. അപ്പോൾ നമുക്കെപ്പോഴും അതിനെ നിരീക്ഷിക്കാം. തൊഴുത്ത് പിന്നിൽ മതി. മുറ്റത്തെനിക്ക് ധാരാളം ആടുകൾ വേണം." മാരുതൻ ചിരിച്ചു. "ഇത് ഒരുപാട് ആടുകളുണ്ടല്ലോ. പിന്നെ വേറെന്താ?" "പിന്നെ എനിക്കൊരു കിണർ വേണം." അവൾ മുറ്റത്ത് സ്ഥാപിച്ച കടനയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. മാരുതൻ തലചരിച്ചു. "മുറ്റത്തെന്തിനാണ് കിണർ? അടുത്തു തന്നെ ഒന്നുണ്ടല്ലോ. അവിടെ പോയി വെള്ളമെടുത്താൽ പോരെ?" ലോമിറയുടെ കവിളുകൾ ചെറുതായി തുടുത്തു. "ഇല്ല," അവൾ നാണത്തോടെ പറഞ്ഞു. "അവിടെ ചെന്നാൽ അവരെന്നെ കളിയാക്കും. വിവാഹശേഷം സാർവിതയ്ക്ക് സംഭവിച്ചതുപോലെ. എനിക്കത് വേണ്ട. എനിക്ക് എൻ്റെ സ്വന്തം കിണർ വേണം." അവളുടെ മുഖത്തെ ദൃഢനിശ്ചയം കണ്ട് മാരുതൻ പുഞ്ചിരിച്ചു. "പിന്നെ വേറെന്താ വേണ്ടത്?" അവൻ ചോദിച്ചു. "പിന്നെ നമുക്കൊരു കാളവണ്ടി വേണം," അവൾ തുടർന്നു. "താഴ്വരയിൽ കാളവണ്ടി ഉള്ളത് ദത്തേവിനും പശ്യവിനും മാത്രമാണ്. നമുക്കും വേണം ഒരെണ്ണം. കൃഷി കഴിഞ്ഞാൽ സ്വന്തം വണ്ടിയിൽ കേതിരിയിലേക്ക് വിളകൾ കൊണ്ടുപോകാം. പണം ഈടാക്കാതെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും കഴിയും." മാരുതൻ സമ്മതഭാവത്തിൽ തലയാട്ടി. "പിന്നെ?" പറയുന്നതിന് മുമ്പ് അവളൊന്ന് മടിച്ചു. "എനിക്കൊരു കുതിരവണ്ടി വേണം." ഞെട്ടലോടെ മാരുതൻ്റെ കണ്ണുകൾ വിടർന്നു. "കുതിരവണ്ടിയോ?" അവൻ ചോദിച്ചു. മടിയോടെ ലോമിറ തലയാട്ടി. "കേതിരിയിലെ പ്രഭുക്കന്മാർ മാത്രമേ കുതിരവണ്ടിയിൽ യാത്ര ചെയ്യാറുള്ളൂ. താഴ്വരയിൽ എവിടെയും ഇതുവരെ ഒരു കുതിരവണ്ടി ഓടിയതായിട്ട് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു കേട്ടറിവ് പോലുമില്ല. അത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. എനിക്കൊരെണ്ണം വേണം." അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഉറപ്പിച്ചു പറഞ്ഞു. "താഴ്വരയിൽ പൂക്കാലം വരുമ്പോൾ ഒരു കുതിരവണ്ടിയിൽ അവയ്ക്കിടയിലൂടെ നിന്റെ ഒപ്പം സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സിൽ എനിക്കത് കാണാൻ കഴിയുന്നുണ്ട്. കുന്നുകൾക്ക് മുകളിലൂടെ ഒഴുകി വരുന്ന സ്വർണ്ണ നിറമുള്ള സൂര്യപ്രകാശം, നിറങ്ങളുടെ കടലിൽ മുങ്ങിക്കിടക്കുന്ന വയലുകൾ കുളിർക്കാറ്റിൽ ആടിയുലയുന്നു. കാട്ടുപൂക്കളുടെ ഗന്ധമുള്ള വായു, പൂവിൽ നിന്നും പൂവിലേക്ക് തേനീച്ചകൾ നൃത്തം ചെയ്യുന്ന ശബ്ദം, കുഞ്ഞുകിളികൾ പൂക്കളുടെ ഇതളുകൾക്കിടയിൽ ചിറകടിക്കുന്നു. ഇവയ്ക്കെല്ലാം നടുവിലൂടെ ഭൂമിക്ക് മുകളിലൂടെ മെല്ലെ നീങ്ങുന്ന വണ്ടിയിൽ എല്ലാത്തിനെയും നയിക്കുന്ന നിന്റെ അരികിലിരുന്ന് ഞാൻ യാത്ര ചെയ്യുന്നു." അവളുടെ വാക്കുകളിൽ ആകൃഷ്ടനായ മാരുതൻ അവളെ തന്നെ നോക്കിയിരുന്നു. അവളുടെ കാഴ്ചകൾ അവൻ്റെ മനസ്സിൽ അവൻ ജീവിക്കാൻ കൊതിക്കുന്ന ഒരു ലോകത്തിൻ്റെ ചിത്രം വരച്ചിട്ടു. അവൾ അവൻ്റെ നേരെ കൈനീട്ടി. അവളുടെ വിരലുകൾ ചെറുതായി വിറച്ചു. "എനിക്ക് വാക്ക് തരൂ," അവൾ മന്ത്രിച്ചു. "ഇന്നും നാളെയുമൊന്നുമല്ല. എന്നെങ്കിലും ഒരിക്കൽ നീ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്ന്." ഒരു മടിയും കൂടാതെ മാരുതൻ അവളുടെ കയ്യിൽ പിടിച്ചു. "ഞാൻ നിനക്ക് വാക്ക് തരുന്നു," അവൻ പറഞ്ഞു. "നിന്റെ സ്വപ്നങ്ങളെല്ലാം ഞാൻ നിറവേറ്റും." ലോമിറ കൈ പിൻവലിച്ചു. പക്ഷെ മാരുതൻ പിടുത്തം വിട്ടില്ല.
അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് മുന്നിലേക്ക് വലിച്ച് അതിൽ ചുംബിച്ചു. നാണം കലർന്ന ചിരിയോടെ അവൾ കൈ പിൻവലിച്ചു. ഇത്രയുള്ളൂ നിന്റെ ആഗ്രഹങ്ങൾ? മാരുതൻ ചോദിച്ചു. അല്ല, എനിക്കിതിൽ കൂടുതൽ സ്വപ്നങ്ങളുണ്ട്, അവൾ കളിയായി കൂട്ടിച്ചേർത്തു. എനിക്ക് മുറ്റം നിറയെ ആടുകൾ മാത്രമല്ല വേണ്ടത്. അതും പറഞ്ഞുകൊണ്ട് അവൾ കൂടുതൽ തടിരൂപങ്ങളടങ്ങിയ മറ്റൊരു തുണിക്കെട്ടഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ദൂരെ നിന്നുള്ള ശബ്ദങ്ങൾ അവരെ തടസ്സപ്പെടുത്തി. വരമ്പിൻ്റെ അറ്റത്ത് 2 രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. സുയാന്തറും കലിയോവിനും ദൂരെ നിന്ന് നടന്നു വരുന്നത് മാരുതൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അവർ അടുത്തേക്ക് വരുമ്പോഴേക്കും അവരുടെ സംഭാഷണം ഉച്ചത്തിലായി. അവൻ്റെ ഹൃദയം പിടഞ്ഞു. അവൻ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഒളിക്കാൻ ശ്രമിച്ചു. എന്തിനാ ഒളിക്കുന്നത്? അവർ കണ്ടാൽ എന്താ കുഴപ്പം? ലോമിറ ചോദിച്ചു. കല്യാണത്തിന് മുമ്പ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് കണ്ടാൽ അവന്മാർ നാട് മുഴുവനും പറഞ്ഞു നടക്കും. അതും പറഞ്ഞ് അവൻ കുറ്റിക്കാട്ടിനുള്ളിലേക്ക് മറഞ്ഞു. ലോമിറ തൻ്റെ തടിരൂപങ്ങൾ ഒരു തുണി കൊണ്ട് മറച്ചു. അവർ അടുത്തെത്തി. ലോമിറയെ കണ്ട കല്യോവൻ ചോദിച്ചു, എന്തിനാ ലോമിറ ഒറ്റയ്ക്കിരിക്കുന്നത്? മാരുതനെവിടെ? പരിഹാസ്യരൂപേണ കണ്ണുകളടച്ച് സുയാന്തർ പറഞ്ഞു, നിനക്കറിയില്ലേ, ഒരു വിവാഹം നിശ്ചയിച്ച ശേഷം ചെറുക്കനും പെണ്ണും വിവാഹത്തിനു മുമ്പ് കണ്ടുമുട്ടരുതെന്ന്? നീ അത് മറന്നുപോയോ? ഓ, ഞാനത് ഓർത്തില്ല, കല്യോവിൻ പറഞ്ഞു. അവരുടെ കളിയാക്കലിൽ ലോമിറ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ശരി, എന്നാൽ നീ ഇവിടെ തനിച്ചിരുന്നു. അതും പറഞ്ഞ് അവർ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് 2 പേരും നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി. കല്യോവിൻ്റെ മുഖത്ത് ഒരു കുസൃതിച്ചിരി പടർന്നു. മാരുതൻ, അവൻ ഉറക്കെ വിളിച്ചു. പുറത്തു വാ, നീ ഒളിക്കുന്നത് ഞങ്ങൾ കണ്ടു. അത് കേട്ട് സുയാന്തർ പൊട്ടിച്ചിരിച്ചു. മാരുതൻ മനസ്സില്ലാ മനസ്സോടെ കുറ്റിക്കാട്ടിൽ നിന്നും പുറത്തു വന്നു. അവൻ്റെ മുഖത്ത് ജാള്യത നിറഞ്ഞു. ലോമിറയെ ഒന്ന് നോക്കിയിട്ട് അവൻ അവർക്കരികിലേക്ക് ഓടി. എടാ, ആരോടും പറയരുത്, അവൻ കൂട്ടുകാരോടായി പറഞ്ഞു. അവർ 2 പേരും ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. മാരുതനും അവരോടൊപ്പം ചേർന്നു. നടക്കുന്നതിനിടയിൽ അവൻ തിരിഞ്ഞു ലോമിറയ്ക്ക് നേരെ കൈവീശി. അവളുടെ മുഖത്ത് നിരാശ വിടർന്നു. അവൾ തുണിക്കെട്ടഴിച്ച് അതിൽ നിന്നും പുതിയ രൂപങ്ങൾ കയ്യിലെടുത്ത് അതിലേക്ക് വാത്സല്യത്തോടെ നോക്കിയിരുന്നു. താഴ്വരയിലൂടെ ശക്തമായ ഒരു പൊടിക്കാറ്റ് വീശി. അന്തരീക്ഷം പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞു. ലോമിറയുടെ ചുമലിൽ കിടന്ന തുണി കാറ്റ് പറത്തിക്കൊണ്ടുപോയി. വീടിൻ്റെ ഉമ്മറത്ത് ഒരു മരത്തൂണിൽ ചാരിയിരുന്ന ലോമിറ മാരുതൻ്റെ ഓർമ്മകളിൽ നിന്നും ഉണർന്നു. അവൾക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയുന്നില്ല. ചുഴലിക്കാറ്റ് വിഴുങ്ങിയതുപോലെ ലോകം മങ്ങിയതായി മാറി. പൊടി അവളുടെ കണ്ണുകളിലേക്കടിച്ചു. അവൾ കണ്ണുകൾ അടച്ചു. മുറ്റത്ത് കിടന്ന പായും മുറവും ചില പാത്രങ്ങളും മറ്റു ചില വസ്തുക്കളും കാറ്റിൽ പറന്നുപോയി. ലോമിറ കണ്ണുകളടച്ച് അവിടെ തന്നെ അനങ്ങാതെ നിന്നു. അല്പനേരത്തിന് ശേഷം കാറ്റ് ശമിച്ചു. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ കുറഞ്ഞു വന്നു. മുറ്റത്തുണ്ടായിരുന്ന മിക്ക സാധനങ്ങളും വയലിൻ്റെ പല ഭാഗത്തായി ചിതറിക്കിടന്നു. ഈ ശപിക്കപ്പെട്ട കാറ്റ് എപ്പോൾ അവസാനിക്കും? അവളുടെ അമ്മ ലോർണിത പിറുപിറുത്തുകൊണ്ട് പറന്നുപോയ സാധനങ്ങൾക്ക് പിന്നാലെ ഓടി. അവരെ പിന്തുടർന്ന് ലോമിറ വയലിലേക്ക് ഇറങ്ങി. അവളുടെ നോട്ടം മലയുടെ മുകളിലേക്കാണ്. അവൾ അവിടെ എന്തെങ്കിലും ചലനങ്ങളുണ്ടോ എന്ന് ഉറ്റുനോക്കി. മാരുതൻ്റെയോ കൂട്ടാളികളുടെയോ എന്തെങ്കിലും അടയാളം കാണുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പക്ഷേ അവൾക്കൊന്നും കാണാൻ സാധിച്ചില്ല. കണ്ണുകളിലേക്ക് വെയിലടിച്ച് അവൾ നോട്ടം പിൻവലിച്ചു. അവർ മല കയറിയിട്ട് 3 ദിവസമായി. പക്ഷേ അവൾക്കത് വർഷങ്ങളായി തോന്നി. നിശബ്ദതയിൽ നിന്നും അനിശ്ചിതത്വത്തിൽ നിന്നും അവളുടെ ഹൃദയം വേദനിച്ചു. അവൻ പോകുന്നതിന് മുമ്പ് അവനോടൊന്ന് സമാധാനത്തോടെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൾ അവനോട് പറഞ്ഞില്ല. 2-3 തവണ പറയാൻ ശ്രമിച്ചതാണ്. പക്ഷേ അപ്പോഴൊക്കെ ഓരോ തടസ്സങ്ങളുണ്ടായി. ഒന്നുകിൽ ആരെങ്കിലും കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്ക് വരും. മറ്റാരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. ലോമിറ വയലിലൂടെ മുന്നോട്ട് നടന്നു. അല്പം അകലെയായി വയലിൽ ചിതറിക്കിടക്കുന്ന സാധനങ്ങൾ ശേഖരിക്കുന്ന ലാമി ദൂരെ നിന്നും നടന്നു വരുന്ന ലോമിറയെ കണ്ടു. ലോമിറ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു. അവളുടെ മുഖത്ത് പതിവ് ചിരിയില്ല. പൊടിപിടിച്ച മുടിയിഴകൾ മുഖത്ത് പാറിപ്പറക്കുന്നു. ലാമിയെ കണ്ട ലോമിറ അവളുടെ അടുത്തേക്ക് നടന്നു. ലോമിറയുടെ ക്ഷീണിച്ച ഭാവം കണ്ട് ലാമി ചോദിച്ചു, ലോമിറ, നിനക്ക് സുഖമില്ലേ? ലോമിറ ദുർബലമായ ഒരു പുഞ്ചിരിക്ക് ശ്രമിച്ചു. നിന്റെ കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു, നീ ഉറങ്ങുന്നില്ലേ? അവൾ തലയാട്ടി. മാരുതൻ മടങ്ങി വരുന്നതുവരെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. അവർ എപ്പോൾ മടങ്ങി വരും? ലാമിക്ക് ഉത്തരമില്ലായിരുന്നു. അവളും ദായുവിനെ ഓർത്ത് അവരുടെ സുരക്ഷിതമായ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥനകളോടെ ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചുകൂട്ടുകയായിരുന്നു. ലോമിറ വീണ്ടും മലയിലേക്ക് നോക്കി. അവൾ കരയാൻ തുടങ്ങി. ലാമി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. ലോമിറ, കരയരുത്, അവർ ഉടൻ മടങ്ങി വരും, ഒരു സന്തോഷവാർത്തയുമായി.
ലോമിറ ലാമിയുടെ കൈപിടിച്ച് അവളുടെ വയറിൽ വെച്ചു. ആദ്യം ലാമിക്ക് മനസ്സിലായില്ല. പിന്നീട് അവളുടെ മുഖത്ത് ആശ്ചര്യത്തിൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു. എനിക്കിതാദ്യം മാരുതിനോട് പറയണമായിരുന്നു, ലോമിറ മന്ത്രിച്ചു. അവൻ പോകുന്നതിന് മുമ്പ് എനിക്ക് അവനോട് പറയാൻ കഴിഞ്ഞില്ല. ലാമിയുടെ കണ്ണുകൾ മൃദുവായി. നീ ഇപ്പോൾ ശ്രദ്ധിക്കണം, വിശ്രമം വേണം. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. നമുക്ക് മേഖലയുടെ അടുത്തുപോയി എന്തെങ്കിലും മരുന്ന് വാങ്ങാം. വേണ്ട, മാരുതൻ തിരിച്ചു വരുന്നതുവരെ ഞാൻ എങ്ങും പോകില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ മടങ്ങി വരുന്നതുവരെ ഇത് മറ്റാരും അറിയരുത്. ആരോടും പറയില്ല എന്ന അർത്ഥത്തിൽ ലാമി തലയാട്ടി. കണ്ണുകൾ തുടച്ച് ലാമിയോട് യാത്ര പറഞ്ഞ് ലോമിറ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ അവൾ തൻ്റെ ശില്പങ്ങൾ സൂക്ഷിച്ച തുണിക്കെട്ടഴിച്ച് ഒരു തടിപ്പെട്ടിയുടെ മുകളിൽ അവയെല്ലാം നിരത്തിവെച്ചു. മാരുതനെ മുൻപ് കാണിച്ചതുപോലെ എല്ലാം നിരത്തിയ ശേഷം അവൾ മുറ്റത്ത് കുട്ടികളുടെ 5 ചെറിയ രൂപങ്ങൾ ചേർത്തു. അതിൽ 6ാമത്തെ കുട്ടിക്കായുള്ള ഇടം ഒഴിഞ്ഞുകിടന്നു.